ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്തു പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിനു ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്നെടുക്കപ്പെട്ടതുകൊണ്ട് നാരിയെന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു. എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു. അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നൊളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം
നീ തിന്നോ? അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു. ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും. ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിത നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെയായിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. പാപം ചെയ്ത് പറുദീസയ്ക്ക് പുറത്തായ മനുഷ്യകുലത്തെ വീണ്ടും പറുദീസയിൽ പ്രവേശിപ്പിക്കാൻ ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. സ്ത്രീയുടെ സന്തതിയായ അവൻ സാത്താന്റെ തല തകർക്കും, മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യും. അബ്രഹാമിന്റെ സന്തതിയായ അവനിലൂടെ ലോകത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ദാവീദിന്റെ സന്തതിയായ അവന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. യേശയ്യാ പ്രവചിച്ചു, അവൻ കന്യകയിൽ നിന്ന് പിറക്കും. മിക്ക പ്രവചിച്ചു, അവൻ ബേത്ലഹേമിൽ ജനിക്കും. സങ്കീർത്തനങ്ങൾ പ്രവചിച്ചു, അവന്റെ കൈകളും കാലുകളും കുത്തി തുളയ്ക്കപ്പെടും. ദാനിയേൽ പ്രവചിച്ചു, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. പഴയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങളും ഓരോ സംഭവങ്ങളും ഓരോ വ്യക്തികളും ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നു. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ, യുഗങ്ങളുടെ പ്രതീക്ഷയായ, മനുഷ്യകുലത്തിന് രക്ഷകനായ ഈശോയെ. തങ്ങൾ നഗ്നരാണെന്നറിഞ്ഞ ആദവും ഹവ്വയും അത്തിയിലകൾ കൂട്ടിത്തുന്നി അരക്കച്ച ഉണ്ടാക്കി. നാണം മറയ്ക്കാൻ അത്തിയിലകൾ മതിയാവില്ല എന്നറിഞ്ഞ ദൈവം ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലുകൊണ്ട് ആദത്തിനും അവൻ്റെ ഭാര്യയ്ക്കും ഉടയാട ഉണ്ടാക്കി. ആ മൃഗം ഒരു ആടായിരുന്നുവെന്ന് വിശുദ്ധ അഗസ്തീനോസ് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ആട് നമുക്ക് വേണ്ടി മരിക്കാനിരിക്കുന്ന ഈശോയുടെ പ്രതീകമാണ്. You are my strength when I am weak. You are the treasure that I seek. You are my all in all. Seeking you as a precious jewel, Lord, to give up I'd be a fool. You are my all in all. Jesus, Lamb of God, worthy is
വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അബ്രഹാം ഇതാ ഞാൻ. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. മൂന്നാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക. ഞാനും മകനും അവിടെ പോയി ആരാധിച്ചു തിരിച്ചു വരാം. അബ്രഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. അപ്പാ, എന്താ മകനെ? തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. അവർ ഒന്നിച്ച് മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവരെ ഒരു ബലിപീഠം പണിതു. വിറകടക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. അപ്പാ, അപ്പൻ എന്നെ കൊല്ലാൻ പോവുകയാണോ? മോനെ, 100-ാം വയസ്സിലാണ് വൃദ്ധനായ എനിക്ക് നിന്നെ മകനായി ലഭിച്ചത്. നിന്നെക്കാൾ അധികം ഈ ഭൂമിയിൽ മറ്റൊന്നിനെയും ഞാൻ സ്നേഹിക്കുന്നില്ല. എന്നാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നമ്മുടെ ദൈവമായ കർത്താവ് നിന്നെ ബലി കഴിക്കാൻ ഇപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിന്നിൽ നിന്ന് കടൽ തീരത്തെ മണൽത്തിരികൾ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും സന്തതികളെ ജനിപ്പിക്കുമെന്നും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ അവിടുന്ന് നീ മരിച്ചതിനു ശേഷം നിനക്ക് ജീവൻ തിരിച്ചു തരാൻ ശക്തനാണ്. അപ്പാ, നമ്മുടെ ദൈവം നമുക്ക് ദോഷമായി ഒന്നും ചെയ്യില്ല. ഞാൻ വിശ്വസിക്കുന്നു അപ്പാ. അബ്രഹാം, ഇതാ ഞാൻ. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. അവനെ ഒന്നും ചെയ്യരുത്. നീ എന്നെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവനതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കാത്തതുകൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തിരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ബലിയർപ്പിക്കപ്പെടാനായി വിറക് കെട്ടും ചുമന്നുകൊണ്ട് മോറിയ മലയിലേക്ക് യാത്രയാകുന്ന ഇസഹാക്ക് 2000 വർഷങ്ങൾക്ക് ശേഷം അതേ മലയുടെ മറുവശത്ത് സ്വയം ബലിയർപ്പിക്കപ്പെടാനായി കുരിശും ചുമന്നുകൊണ്ട് നീങ്ങുന്ന ഈശോയുടെ പ്രതീകമാണ്. മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടന്ന മുട്ടാട് മുൾക്കിരീടമണിഞ്ഞ ഈശോയുടെ പ്രതീകമാണ്. ബലിയർപ്പിക്കപ്പെടാൻ പോകുന്ന ഇസഹാക്കിനെ അനുഗമിച്ചിരുന്നത് പിതാവാണെങ്കിൽ
സ്വയം ബലിയാകാൻ പോകുന്ന ഈശോയെ അനുഗമിച്ചിരുന്നത് മാതാവാണ്. ഇസഹാക്കിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം തൻ്റെ പുത്രനെയും മരണത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് അവസാന നിമിഷം വരെ മാതാവ് പ്രതീക്ഷിച്ചിരുന്നിരിക്കണം. എന്നാൽ തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്കായി ബലി കഴിപ്പിക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സരകളിൽ എന്നും വാഴുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സരകളിൽ എന്നും വാഴുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സരകളിൽ എന്നും വാഴുവാനായി. കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ ബലിക്കുള്ള കുഞ്ഞാടെവിടെ എന്ന ഇസഹാക്കിന്റെ ചോദ്യത്തിന് മറുപടിയായി അബ്രഹാം പറഞ്ഞു, കുഞ്ഞാടിനെ ദൈവം തരും. കുഞ്ഞാടിനെ ദൈവം തന്നു. ഇസഹാക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ അത് അവസാനത്തെ കുഞ്ഞാട് ആയിരുന്നില്ല.
ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്ന അബ്രഹാമിന്റെ സന്തതികളെ രക്ഷിക്കാൻ വീണ്ടും കുഞ്ഞാട് തന്റെ രക്തം ചിന്തി. എന്നാൽ ഈ കുഞ്ഞാടും വരാനിരുന്ന യഥാർത്ഥ കുഞ്ഞാടിന്റെ നിഴൽ മാത്രമായിരുന്നു. ഇസ്രായേലിന്റെ സന്താന പരമ്പര വർദ്ധിച്ച് വളരെയധികം ശക്തി പ്രാപിക്കുകയും ഈജിപ്ത് രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കാൻ ഫറവോ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു. എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈജിപ്തുകാർ ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ടു തുടങ്ങി. മർദ്ദനത്തിൻ കീഴിൽ അടിമവേല ചെയ്യാൻ ഇസ്രായേലിയർ നിർബന്ധിതരായി. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. നാളെ കൂടുതൽ ഇഷ്ടികകൾ കിട്ടിയില്ലെങ്കിൽ എന്റെ ചാട്ടവാറിന്റെ ചൂട് നിങ്ങൾ ഇനിയും അറിയും. നേരം വെളുത്തതു മുതൽ ഇരുട്ടാകുന്നതുവരെ ജോലി ചെയ്തു. എന്നിട്ടും അവർ ഞങ്ങളെ അടിച്ചു. ഈ ഈജിപ്തുകാർക്ക് നമ്മളോട് എന്താണ് ഇത്ര വിരോധം? അവർക്ക് നമ്മളെ ഭയമാണ്, ഭീരുക്കൾ. അപ്പാ, നമ്മൾ എന്നും ഇങ്ങനെ അടിമകളായി കഴിയേണ്ടി വരുമോ? ഇല്ല മോനെ, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. ദൈവം ഒരു രക്ഷകനെ തീർച്ചയായും അയക്കും. ഇസ്രായേലിയരുടെ കരച്ചിൽ ദൈവം കേട്ടു. അവരെ ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ ദൈവം മോശയെ അയച്ചു. ദൈവം മോശയിലൂടെ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചുവെങ്കിലും കഠിനഹൃദയനായ ഫറവോ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാൻ കൂട്ടാക്കിയില്ല. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഞാൻ ഫറവോയുടെയും ഈജിപ്തിന്റെയും മേൽ ഒരു മഹാമാരി കൂടി അയക്കും. അപ്പോൾ അവൻ നിങ്ങളെ പോകാൻ അനുവദിക്കും, അല്ല, നിങ്ങളെ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും. ഞാൻ അർദ്ധരാത്രിയിൽ ഈജിപ്തിലൂടെ കടന്നുപോകും. സിംഹാസനത്തിലിരിക്കുന്ന ഫറവോ മുതൽ തിരികല്ലിൽ ജോലി ചെയ്യുന്ന ദാസി വരെയുള്ള എല്ലാ ഈജിപ്തുകാരുടെയും ആദ്യജാതൻ മരിക്കും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നിങ്ങൾ പെസഹ ആചരിക്കണം. ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. മോനെ, ഇന്ന് പെസഹായാണ്. ഇന്ന് അർദ്ധരാത്രി സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നുപോകും. നമ്മുടെ വീട്ടിൽ സംഹാരദൂതൻ പ്രവേശിക്കാതിരിക്കാൻ ആടിനെ കൊന്ന് രക്തം കട്ടിളപ്പടിയിൽ തളിക്കണം. അതുകൊണ്ട് മോന്റെ ആടിനെ ബലിയർക്കാൻ തരണം. ഇത് കുഞ്ഞാടല്ലേ? കൊന്നാൽ അതിന് വേദനിക്കില്ലേ? മോനെ, ആടിനെ കൊന്ന് രക്തം കട്ടിളപ്പടിയിൽ തളിച്ചില്ലെങ്കിൽ സംഹാരദൂതൻ നമ്മുടെ വീട്ടിൽ പ്രവേശിക്കും. ആദ്യജാതനായ എൻ്റെ മോൻ മരിക്കും. ഞാനതൊരിക്കലും സമ്മതിക്കില്ല. എൻ്റെ മോൻ മരിക്കാതിരിക്കാൻ ഈ കുഞ്ഞാടിനെ നമുക്ക് ബലി കഴിക്കാം. ഇല്ല. മോനെ, നമ്മൾ ദൈവത്തെ അനുസരിക്കണം. വേറെ ആടിനെ വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ല. നമുക്ക് ഈ കുഞ്ഞാടിനെ ബലിയർപ്പിച്ചേ പറ്റൂ. കുഞ്ഞാട് കൊല്ലപ്പെട്ടു. കുഞ്ഞാടിന്റെ രക്തത്താൽ ആ ബാലൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതുപോലെ
നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. വീടുപണിക്കാരായ നിങ്ങൾ
തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹറോനും എതിരായി പിറുപിറുത്തു. വിശന്നിട്ട് വയ്യ, ഈ മരുഭൂമിയിൽ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഈജിപ്തിൽ ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങളല്ല, ദൈവമാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങളുടെ ആവലാതികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല, കർത്താവിനെതിരായിട്ടാണ്. കർത്താവെ, അരുൾ ചെയ്താലും ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം ഭക്ഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എൻ്റെ നിയമമനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും. കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് സന്ധ്യയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും. പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ മഹത്വം ദർശിക്കും. കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറുപിറുപ്പുകൾ കർത്താവ് കേട്ടിരിക്കുന്നു. ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആവലാതിപ്പെടാൻ ഞങ്ങളാരാണ്? ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായങ്കാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. ഇതെന്താ? ഇതെന്താ? മന്ന. കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. നല്ല മധുരം. അത് കൊത്തമ്പാലകി പോലെയിരുന്നു. വെളുത്തതും തേൻ ചേർത്തു അപ്പത്തിൻ്റെ രുചിയുള്ളതുമായിരുന്നു. ഒരു പാത്രത്തിൽ ഒരു ഓമർ മന്ന എടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ സൂക്ഷിച്ചു വെക്കുക. ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പഠിപ്പിക്കാനായി ഓരോരുത്തർക്കും ആവശ്യമുള്ളത് മാത്രം എടുക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. എന്നാൽ ചിലർ കൂടുതൽ ശേഖരിച്ച് പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു. അത് പുഴുക്കൾ വന്ന് മോശമായി. മോശ അവരോട് കോപിച്ചു. സാബത്ത് വിശുദ്ധമായി ആചരിക്കണം എന്ന് ജനത്തെ പഠിപ്പിക്കാനായി ദൈവം കൽപ്പിച്ചു. സാബത്തിന് തലേ ദിവസം ഇരട്ടി മന്ന ശേഖരിക്കണം. മിച്ചം വരുന്നത് സാബത്ത് ദിവസത്തേക്ക് മാറ്റിവെക്കണം. അത് പുഴുത്തു പോകുകയില്ല. എന്നാൽ സാബത്ത് ദിവസം ജനങ്ങളിൽ ചിലർ അപ്പം ശേഖരിക്കാനായി പുറത്തിറങ്ങി. എന്നാൽ ഒന്നും കണ്ടില്ല. നിങ്ങൾ എത്ര നാൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതിരിക്കും? അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് ജനത്തെ പഠിപ്പിക്കാനായി ദൈവം മന്ന പൊഴിച്ചിരുന്നത് രാവിലെയാണ്. സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ മന്ന ഉരുകിപ്പോയിരുന്നു. എന്നാൽ തീയിലിട്ട് ചുടുമ്പോൾ മന്ന ഉരുകിയിരുന്നില്ല.
ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തെത്തിച്ചേരാനുള്ള യാത്രാഭക്ഷണമായിരുന്നു മന്ന. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവം വസിക്കുന്ന സ്വർഗത്തിലെത്തിച്ചേരാനുള്ള യാത്രാഭക്ഷണമാണ് വിശുദ്ധ കുർബാന. ഈശോ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ചു മണ്ണ് ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വയറു നിറയെ മന്നയും കാടപ്പക്ഷികളും ഒരു അധ്വാനവും കൂടാതെ ലഭിച്ചിരുന്നെങ്കിലും ഈജിപ്തിലെ ഇറച്ചിപ്പാത്രത്തെ അവർ കൂടുതൽ സ്നേഹിച്ചു. ദൈവസാന്നിധ്യത്തെക്കാൾ ഈജിപ്തിലെ അടിമത്തം അവർ മോഹിച്ചു. മേഘത്തണലായും അഗ്നിസ്തംഭമായും കൂടെ നടന്ന ദൈവത്തെ തങ്ങളുടെ പിറുപിറുപ്പുകളാൽ അവർ അസഹ്യപ്പെടുത്തി. യാത്രമധ്യേ ജനമക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്നു ഞങ്ങൾ മടുത്തു. നമുക്ക് ഈജിപ്തിലേക്ക് തിരിച്ചു പോയാലോ? ഞങ്ങളും വരാം, നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. അയ്യോ, എന്നെ പാമ്പ് കടിച്ചേ. അയ്യോ, പാമ്പ് പാമ്പ്. ഓടിക്കോ, പാമ്പ്. അയ്യോ, എന്നെ പാമ്പ് കടിച്ചേ. അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. ഓടിക്കോ, പാമ്പ്. അയ്യോ, എന്നെ പാമ്പ് കടിച്ചേ. പിച്ചള സർപ്പത്തെ നോക്ക്, പിച്ചള സർപ്പത്തെ നോക്ക്. ഓ, ഞാൻ രക്ഷപ്പെട്ടു. നന്ദി ദൈവമേ. ഇസ്രായേൽ ജനത്തെ സർപ്പദംശനത്തിൽ നിന്ന് രക്ഷിക്കാൻ
ദൈവം പിച്ചള സർപ്പത്തെ ഉയർത്തി. സാത്താന്റെ ദംശനമേറ്റ് നമ്മളെ നിത്യമരണത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിലെത്തിക്കാൻ ദൈവം തൻ്റെ പുത്രനെ ബലി കഴിച്ച് കുരിശിലുയർത്തി. അവനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി. കാൽവരി മലമേൽ നോക്കു നീ, കാൽവരി മലമേൽ നോക്കു നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. രക്ഷിതാവിനെ കാൺക പാപി. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേറുന്നിന് കേണ്ടതിൻ ഉള്ളിൽ നീ, കള്ളമേറുന്നിന് കേണ്ടതിനുള്ളിൽ നീ. രക്ഷിതാവിനെ കാൺക പാപി,
രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലോ ക്രൂശിന്മേൽ തൂങ്ങും, നിന്റെ പേർക്കല്ലോ ക്രൂശിന്മേൽ തൂങ്ങും. ഈശോ പറഞ്ഞു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവത്തിനെതിരെ പിറുപിറുത്തവർ മരുഭൂമിയിൽ മരിച്ചു വീണു. അവരുടെ സന്തതികൾ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തെത്തിച്ചേർന്നു. ദൈവത്തിൽ ആശ്രയിക്കാൻ വിമുഖത കാണിച്ച അവർ തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് വാശി പിടിച്ചു. ഒടുവിൽ ദൈവം തന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു രാജാവിനെ അവർക്ക് നൽകി. ഇസ്രായേലിന്റെ രാജത്വത്തിൽ നിന്ന് സാവൂലിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെയോർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ചു പുറപ്പെടുക. ഞാൻ നിന്നെ ബെത്ലഹേംകാരനായ ജസ്സയുടെ അടുത്തേക്ക് അയക്കും. അവന്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ എങ്ങനെ പോകും? സാവൂൾ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും. ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോവുക. കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക. ജസ്സയെയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക. നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം. കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവേൽ പ്രവർത്തിച്ചു. അവൻ ബേത്ലഹേമിലെത്തി. നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശരായി അവനെ കാണാൻ വന്നു. അങ്ങയുടെ വരവ് ശുഭസൂചകമോ? അതെ, ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്തു വരുവിൻ. അനന്തരം ജസ്സയും പുത്രന്മാരും വന്നപ്പോൾ സാമുവേൽ ഏലിയാവിനെ ശ്രദ്ധിച്ചു. കർത്താവിന്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നത് എന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ജസ്സെ അബിനാദാബിനെ സാമുവേലിന്റെ മുൻപിൽ വരുത്തി. ഇവനെയും കർത്താവ് തെരഞ്ഞെടുത്തിട്ടില്ല. പിന്നെ ജസ്സെ ശമ്മായെ വരുത്തി. കർത്താവ് തെരഞ്ഞെടുത്തവനല്ല ഇവനും. ജസ്സെ തന്റെ 7 പുത്രന്മാരെ സാമൂറിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇവരെ ആരെയും കർത്താവ് തെരഞ്ഞെടുത്തിട്ടില്ല. നിന്റെ പുത്രന്മാരെല്ലാവരുമായി. ഇനി ഇളയ മകനുണ്ട്. അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. അവനെ ആളയച്ചു വരുത്തു. അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ജസ്സെ അവനെ ആളയച്ചു വരുത്തി. പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുന്നിൽ വച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. ദൈവമയച്ച ഒരു ദുരാത്മാവ്
അങ്ങയെ പീഡിപ്പിക്കുന്നു. ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം. ദുരാത്മാവ് അങ്ങയിൽ ആവസിക്കുമ്പോൾ അവൻ കിന്നരം വായിച്ച് അങ്ങേക്ക് ആശ്വാസം നൽകും. കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ തേടിപ്പിടിക്കാൻ സാവൂൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ബേത്ലഹേംകാരനായ ജസ്സയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമലനുമാണ്. കർത്താവ് അവനോട് കൂടിയുണ്ട്. സാവൂൾ ജസ്സയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട്, ആട്ടിടയനായ നിന്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കൽ അയക്കുക എന്നറിയിച്ചു. ദാവീദ് സാവൂളിൻ്റെ അടുക്കലെത്തി സേവനം ആരംഭിച്ചു. സാവൂളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ദൈവമയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു. ദാവീദ് സാവൂൾ രാജാവിൻ്റെ ആയുധവാഹകനായി തീർന്നു. സാവൂളിനൊപ്പം യുദ്ധങ്ങളിൽ പങ്കെടുത്ത് അവനൊരു യുദ്ധവീരനായി തീർന്നു. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രയേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്കോ 1000. ഇനി രാജ്യത്വമല്ലാതെ എന്താണ് അവൻ കിട്ടാനുള്ളത്? ദൈവമയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. ദാവീദാകട്ടെ പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. സാവൂളിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ കുന്തമെറിഞ്ഞു. ദാവീദ് ഒഴിഞ്ഞു മാറി. സാവൂൾ രാജാവിൽ നിന്നും പട്ടാളക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വനാന്തരങ്ങളിൽ അലഞ്ഞു നടന്ന ദാവീദ് ഏതാണ്ട് 13 വർഷങ്ങൾക്ക് ശേഷം സാവൂൾ രാജാവിൻ്റെ മരണശേഷമാണ് ഇസ്രയേലിന്റെ രാജാവാകുന്നത്. അവനെക്കുറിച്ച് ദൈവം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവൻ എൻ്റെ ഹിതം നിറവേറ്റും. അവൻ്റെ കുടുംബവും രാജത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും. അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ദാവീദിന്റെ വംശത്തിൽ നിന്ന് ഇസ്രയേലിനു രക്ഷകനായി യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു. ബേത്ലഹേം, എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര്
എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരിനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്തു നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടി പോയി. അവിടെയായിരിക്കുമ്പോൾ മറിയത്തിന് പ്രസവ സമയമെടുത്തു. അവർ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തോട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പൗരസ്ത്യദേശത്തു നിന്നുള്ള ജ്ഞാനികൾ രക്ഷകനെ അന്വേഷിച്ച് ജെറുസലേമിലെത്തി.
മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം. ഇതാ കർത്താവ്, നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം.